ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് എപ്പോഴുമുള്ള മൂക്കടപ്പും മൂക്കിൽ നിന്നുള്ള ഒലിക്കലും. ഈ പ്രശ്നത്തിനെ നാം പ്രഗ്നൻസി റൈനൈറ്റിസ് എന്ന് പറയുന്നു. ഗർഭിണികളായ സ്ത്രീകളിൽ ഒരു 20% മുതൽ 30% വരെയുള്ള ആൾക്കാരിൽ ഇത് കാണാറുണ്ട്. എങ്ങനെയാണ് നാം പ്രഗ്നൻസി റൈനൈറ്റിസ് ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്? വിട്ടുമാറാതെ മൂക്കിൽ നിന്ന് വെള്ളം പോലെ ഒലിക്കുക, മൂക്കടപ്പ് തോന്നുക, രാത്രിയിൽ മൂക്കടപ്പ് കാരണം കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, തൊണ്ടയുടെ പിന്നിലേക്ക് പോസ്റ്റ്നേസൽ ഡ്രിപ്പ് അഥവാ കഫം പോലെ ഒലിച്ചിറങ്ങുക, ഇതൊക്കെയാണ് പ്രഗ്നൻസി റൈനൈറ്റിസ് ഉള്ളവരിൽ സാധാരണ കാണുന്ന രോഗലക്ഷണങ്ങൾ. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങൾ? ഒന്നാമത്തെ കാരണം, ഗർഭിണികളിൽ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോൺ ഹോർമോൺസിന്റെയും അളവ് കൂടുതലാണ്. ഈ ഹോർമോൺ ഇഫക്റ്റ് കാരണം മൂക്കിന്റെ ഉള്ളിൽ നടക്കുന്ന കഞ്ചഷൻ മൂലമാണ് ഈ അടപ്പ് സ്ത്രീകളിൽ അനുഭവപ്പെടുന്നത്. രണ്ടാമത്തെ കാരണം, പ്രഗ്നൻസിയിൽ നമ്മുടെ ശരീരത്തിൽ ഒഴുകുന്ന രക്തത്തിന്റെ അളവ് വളരെ കൂടുതലാണ്. അതായത് ബ്ലഡ് വോളിയം ഒരു 50% വരെ പ്രഗ്നൻസിയിൽ കൂടുന്നുണ്ട്. അപ്പൊ ഈ ബ്ലഡ് വോളിയം മൂക്കിന്റെ രക്തക്കൊഴലുകളിലും കൂടുമ്പോഴാണ് ഈ മൂക്കടപ്പ് സാധാരണയായി അനുഭവപ്പെടാറ്. അതേപോലെ തന്നെ ഈ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോൾ മൂക്കിന്റെ ഉള്ളിലെ മ്യൂക്കസ് മെംബ്രെയിനിൽ നിന്ന് കൂടുതൽ മ്യൂക്കസ് അഥവാ കഫം ഉൽപ്പാദിപ്പിക്കപ്പെടാം. ഇത് സൈനസിൽ നിന്നും മൂക്കിലേക്കും മൂക്കിൽ നിന്ന് തൊണ്ടയുടെ പിന്നിലേക്കും പോകുന്നു. ഇതൊക്കെയാണ് ഈ പ്രഗ്നൻസി റൈനൈറ്റിസിന്റെ കാരണങ്ങൾ. പ്രഗ്നൻസി റൈനൈറ്റിസിനെ സാധാരണ ജലദോഷത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? സാധാരണ ജലദോഷത്തിലും ഇതേപോലെ തന്നെ മൂക്കടപ്പും തുമ്മലും ഒക്കെ ഉണ്ടാവും. അതിന്റെ കൂടെ പനിയും ദേഹം വേദനയും ഒക്കെ കാണാം. സാധാരണ ജലദോഷം ഒരു 5-6 ദിവസം കൊണ്ട് മാറുകയും ചെയ്യും. എന്നാൽ ഈ പ്രഗ്നൻസി റൈനൈറ്റിസ് 6 ആഴ്ചയോളം നീണ്ടു നിൽക്കാം. ചിലപ്പോൾ അത് ഈ ഗർഭിണി പ്രസവിച്ച ശേഷം മാത്രമേ മാറുകയും ഉള്ളൂ. അപ്പോൾ വളരെ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന മൂക്കടപ്പും ജലദോഷവും തൊണ്ടയുടെ പുറകിലേക്ക് വരുന്ന കഫവും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്രഗ്നൻസി റൈനൈറ്റിസ് എന്ന അസുഖത്തെ പറ്റി ചിന്തിക്കണം. ഈ പ്രഗ്നൻസി റൈനൈറ്റിസ് മാറാൻ നമുക്ക് വീട്ടിൽ നിന്ന് എന്തൊക്കെ ഹോം റെമഡീസ് പ്രയോഗിക്കാം? ഒന്നാമത്തെ കാര്യം, രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു പില്ലോ കൂടെ വെച്ച് തലയൊന്ന് ഉയർത്തി വെക്കാം. പിന്നുള്ളത്, ധാരാളം വെള്ളം കുടിക്കുക. ധാരാളം വെള്ളം കുടിക്കുമ്പോൾ മൂക്കിൽ നിന്നുള്ള മ്യൂക്കസ് സെക്രീഷൻസ് തിന്നാവുകയും മൂക്കിന്റെ പിന്നിലേക്ക് കട്ടിപിടിച്ചു നിൽക്കാതെ വേഗം ബാക്കിലേക്ക് പോവുകയും ചെയ്യും. മൂന്നാമത്തെ ഹോം റെമഡി, നമ്മൾ കിടക്കുന്ന റൂമിൽ കുറച്ചു നേരം ഒരു ഹ്യൂമിഡിഫയർ ഓണാക്കി വെക്കാം. മറ്റൊന്ന് ചെയ്യാൻ പറ്റുന്നത്, 1 മിനിറ്റിൽ താഴെയുള്ള സമയം സ്റ്റീം ഇൻഹലേഷൻ എടുക്കാം. അത് കൂടി പോകരുത്. 1 മിനിറ്റിന്റെ താഴെ രാവിലെയും വൈകിട്ടും ഓരോ പ്രാവശ്യവും മാത്രം. ഇങ്ങനെയുള്ള ഹോം റെമഡികൾ പരീക്ഷിച്ചിട്ടും ഇത് മാറുന്നില്ലെങ്കിൽ മൂക്കിലുറ്റിക്കുന്ന സലൈൻ നേസൽ ഡ്രോപ്സ് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഇത് ഉണ്ടാവും. അതൊരു 3 തുള്ളി വെച്ച് 3-4 നേരം ഇത് ഒഴിച്ചു കൊടുക്കാം. വീട്ടിൽ നിന്നും ഈ ഹോം റെമഡീസ് ഒക്കെ പ്രയോഗിച്ചിട്ടും മൂക്കടപ്പ് മാറുന്നില്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മറ്റു മരുന്നുകൾ കൂടി ഉൾപ്പെടുത്തി ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. ഈ ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യണേ.